വിശദമായ വാർത്തകളിലേക്ക് വരാം. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിൽ റെഡ് അലർട്ട്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, മഴ മുന്നറിയിപ്പിൽ മാറ്റം. അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് 3 ജില്ലകളിൽ വരുന്നത്. എങ്ങനെയൊക്കെയാണ് മറ്റ് ജില്ലകളിലെ മുന്നറിയിപ്പുകൾ? സ്വാതി, കാലവർഷം എത്തിയതോടുകൂടി അതിശക്തമായ മഴയാണ് കേരളത്തിലെ പല ജില്ലകളിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് ശക്തമായ മഴ തുടരുന്നത്. തെക്കൻ കേരളത്തിൽ മിതമായ രീതിയിലാണ് മഴ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരത്തിന്റെ മേഖലകളിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് 3 ജില്ലകളിലാണ്. മലപ്പുറം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഒപ്പം ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലവിലുള്ളത്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഏത് സമയത്തും ഈ അലർട്ടുകളിൽ മാറ്റമുണ്ട്. അപ്രതീക്ഷിതമായിട്ട് കൂടുതൽ മഴ പെയ്യാനുള്ള സാഹചര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ജില്ലാ ഭരണകൂടം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മഴക്കെടുതി ആയതിനാൽ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഈ മഴക്കെടുതി കഴിയുന്നതുവരെ അവധിയെടുക്കാൻ സാധിക്കില്ല എന്നടക്കമുള്ള മുന്നറിയിപ്പുകൾ ഉൾപ്പെടെയാണ് വരുന്നത്. മഴക്കെടുതിയിൽ ചില മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ഇടിമിന്നലേറ്റ് 2 മരണം സംഭവിച്ചിട്ടുണ്ട്. പാലക്കാട് ഉൾപ്പെടെ പലയിടങ്ങളിലും ഈ മണ്ണിടിച്ചൽ ഉൾപ്പെടെ കിണർ ഉൾപ്പെടെ ഇടിഞ്ഞു താഴ്ന്നു വീഴുന്ന സാഹചര്യം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വാതി. അഞ്ജു, അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് 3 ജില്ലകളിൽ. അതായത് മഴ കനക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള യാത്രാ നിരോധനമോ അത്തരം എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ടോ? സ്വാതി, നിലവിൽ ഈ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിലൊക്കെ വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. പ്രത്യേകം ഈ മലയോര മേഖലകൾ, തീരദേശ മേഖലകളിലുള്ളവർക്കൊക്കെ ഒരു മുന്നറിയിപ്പ് കിട്ടിയാൽ ഉടൻ തന്നെ മാറി താമസിക്കണമെന്നടക്കമുള്ള നിർദ്ദേശമുണ്ട്. പിന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, യാത്രാ നിരോധനം ഇവ ഉൾപ്പെടെയാണ്. നേരത്തെ തന്നെ ഈ നിർദ്ദേശം തുടരുന്ന സാഹചര്യമാണ്. മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നുണ്ട്. പക്ഷേ ഈ നിലവിൽ തെക്കൻ കേരളത്തിൽ മഴ അത്ര മിതമായ രീതിയിലാണ് ഉള്ളത്. നഗരമേഖലകളിൽ അത്ര മഴയില്ല. പക്ഷേ തീരദേശ മേഖലകളിലൊക്കെ മഴ കനക്കുന്ന സാഹചര്യമാണ്. ശക്തമായിട്ടുള്ള തിരയടിയുണ്ട്. മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യത ഉൾപ്പെടെ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉയർന്ന കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ മുന്നറിയിപ്പ് നേരത്തെയുള്ളത് ഇപ്പോഴും തുടരുന്ന രീതിയാണുള്ളത്. സ്വാതി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിൽ റെഡ് അലർട്ട്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ്.